ഹായ് ഫ്രണ്ട്സ്, ലാക്സ് കാണിരിക്കുന്നു. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ മറൈൻ ഡ്രൈവിൽ പോയപ്പോൾ ചുമ്മാ ഇങ്ങനെ ഇരുന്നപ്പോഴാണ് താഴത്തൊരു സംഭവം കിടക്കുന്നുണ്ട്. ഇത് എന്താണെന്ന് മനസ്സിലായി, എനിക്ക് ആദ്യം മനസ്സിലായില്ല. പിന്നെ മനസ്സിലായത് മഹാഗണിയുടെ തോടാണ് കിടക്കുന്നത്. കായ ഉണ്ടാവില്ല, അതിൻ്റെ തോട് പൊളിഞ്ഞു പോയിട്ട് അത് കിടക്കുന്നതാണ്. അപ്പോൾ ഞാനത് ക്രിസ്മസ് ആണല്ലോ, അപ്പോൾ നമുക്കത് എടുക്കാം. എന്നിട്ട് അതിൽ പറ്റിയൊരു രീതിയിലൊരു ക്രിസ്മസ് ഗിഫ്റ്റ് റെഡിയാക്കാമെന്ന് വിചാരിച്ച്. ക്രിസ്മസിന് മാത്രമല്ല, നമുക്ക് ന്യൂ ഇയറിന് ഗിഫ്റ്റ് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് ഷോക്കേസിൽ ഷോക്കി വെക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റം തന്നെയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാനത് എടുത്തിട്ടുണ്ട്. നമ്മൾ പല പല ഷേപ്പിലാണ് കേട്ടോ ആ ഒരു ഇതിരിക്കുന്നത്. എന്ന് വെച്ചാൽ രണ്ട് സൈഡ് ഒരുപോലെ ഒരു ഷേപ്പൊന്നും അല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മൾ റൂ പെൻസിൽ സ്കെയിലൊക്കെ എടുത്ത് നമ്മൾ മെഷർമെൻറ്റൊക്കെ മെഷർ ചെയ്ത് തന്നെയാണ് കേട്ടോ ഈ പ്രാവശ്യം നമ്മൾ ക്രാഫ്റ്റ് ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മളെപ്പോഴും നമ്മൾ മെഷർമെൻ്റ് ഒന്നും നോക്കാതെ കൈയളവിന് വെച്ചാണ് എടുക്കാറുള്ളത്. അപ്പോൾ ഈ ഒരു വട്ടം ഞാൻ വിചാരിച്ചു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മെഷർമെൻ്റൊക്കെ എടുത്ത് നല്ല അടിപൊളിയായിട്ട് തന്നെ സെറ്റ് ചെയ്ത് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ കാർഡ്ബോർഡ് പേപ്പർ എടുത്തിട്ടുണ്ട്. അതെടുത്തിട്ട് നമ്മൾ കറക്റ്റ് മെഷർമെൻറ്റൊക്കെ എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. 2 പീസ് മാത്രം മതി കേട്ടോ, നമുക്ക് അതിന് വേണ്ടിയിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ കൂട്ടുകാർക്ക് ഈ ഒരു സംഭവമൊക്കെ കയ്യിൽ കിട്ടുകയെന്നുണ്ടെങ്കിൽ ഇതൊക്കെ വെച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന അടിപൊളി ഐറ്റം തന്നെയാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ഇതേ ഷേപ്പിൽ എന്തെങ്കിലും കിട്ടിയാലും അതും വെച്ച് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എനിക്ക് യൂസ്ഫുൾ ആയ രീതിയിലാണ് ഞാൻ ചെയ്തെടുത്തിരിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഫൈനൽ ലുക്ക് അടിപൊളിയാണ് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ നമ്മുടെ ചാനൽ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നു, യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ കണ്ടോ, ഇത് അതിലേക്ക് വെച്ച് കൊടുത്തിട്ട് പ്രസ് ചെയ്ത് പിടിക്കുമ്പോൾ നമ്മൾ ആ ഒരു ആകൃതി കിട്ടാനായിട്ടാണ് കേട്ടോ ഞാനൊരു പ്രസ് ചെയ്ത് കൊടുത്തതെന്ന് വെച്ചാൽ കറക്റ്റ് അളവോ മെഷർമെൻറ്റോ ഒന്നും ഇല്ലാത്ത രീതിയിലുള്ള ഒരു തോടാണ്. അതെന്ന് വെച്ചാൽ ഈ ഒരു സൈഡിൽ വേറൊരു ആകൃതിയിലാണെന്നുണ്ടെങ്കിൽ അപ്പുറത്തെ സൈഡിൽ കുറച്ചുകൂടി വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് 2 സൈഡ് നോക്കിയിട്ട് അതിലോട്ട് തന്നെ വെച്ച് കൊടുത്ത് പ്രസ് ചെയ്തിട്ട് നമ്മളത് ചെയ്തെടുത്തത്. അപ്പോൾ കൂട്ടുകാർ ഇത് തന്നെ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിലോട്ട് വെച്ചിട്ട് നല്ല രീതിയിൽ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു ഷേപ്പിൽ കിട്ടും. അപ്പോൾ 2 സൈഡ് ഒരേ അളവായിരിക്കില്ല, അതുകൂടി നോക്കുക. എന്നിട്ട് നമ്മളിതിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മേളിലോട്ട് നമ്മളിങ്ങനെ ഒന്ന് പെൻസിൽ വെച്ച് വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മളതിങ്ങനെ വരച്ച് കൊടുത്തിട്ട് നമ്മൾ അതുകൂടി ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ 2ലും ഞാനിങ്ങനെ വരച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൂട്ടുകാർക്ക് നമ്മുടെ വീഡിയോസിലൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എങ്ങനത്തെ വീഡിയോസൊക്കെയാണ് വേണമെന്നുള്ളത് ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യാൻ. കൂട്ടുകാർ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള വെറൈറ്റി വീഡിയോസായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. കണ്ടോ, ഇതിനെ വരച്ച് കൊടുത്തതിന് ശേഷം ആ ഒരു മേൽഭാഗം നമ്മൾ വരച്ചതിൻ്റെ ബാക്കിയുള്ള മേൽഭാഗം ചന്ദ്രക്കല പോലെ നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ 2 സൈഡും കട്ട് ചെയ്തെടുത്തിട്ട് 2 സൈഡും നമുക്ക് വേണ്ടതാണ്. അപ്പോൾ 2 സൈഡും കൂടി നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളുടെ കയ്യിലുള്ള ഏത് ഗ്ലൂ ആണെന്ന് വെച്ചാൽ ആ ഒരു ഗ്ലൂ എടുക്കുക. പിന്നെ ഈ ഒരു ഗ്ലൂ എടുക്കാതിരിക്കുക. എന്ന് വെച്ചാൽ ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് ഒട്ടുന്നുണ്ടായിരുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഇത് നമ്മൾ ആ ഒരു മഹാഗണിയുടെ തോടിലോട്ട് ഒഴിക്കുമ്പോൾ തന്നെ അത് അതിലോട്ട് ഇങ്ങനെ പറ്റി പിടിച്ച് പോകുമായിരുന്നു. അപ്പോൾ ഇത് നമുക്കത് ഒട്ടും യൂസ്ഫുൾ ആയിരുന്നില്ല ഈ ഒരു സെറ്റ് ചെയ്തെടുത്തപ്പോൾ. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു ഗം യൂസ് ചെയ്യാതെ ഫെവിക്കോൾ യൂസ് ചെയ്താൽ തീർച്ചയായിട്ടും യൂസ്ഫുൾ ആവും തോന്നുന്നു. എന്ന് വെച്ചാൽ ഞാൻ പിന്നീട് എടുത്തതെന്ന് വെച്ചാൽ ഇത് ഒത്തിരി വട്ടം ഒട്ടിച്ച് നോക്കിയിട്ടും പറ്റാതെ ആയപ്പോൾ ഞാൻ ഗ്ലൂ ഗണ്ണാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കൂട്ടുകാരുടെ കയ്യിൽ ഗ്ലൂ ഗൺ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ കൂട്ടുകാരുടെ കയ്യിൽ നമ്മുടെ ഫെവിക്കോളൊക്കെ ഉണ്ടെങ്കിൽ അതെടുത്ത് നോക്കുക. നമ്മളപ്പോൾ ഒരു സൈഡ് ഞാൻ ഗ്ലൂ ഗണ്ണ് വെച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു. അപ്പോൾ അത് ഒട്ടുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് കാണിക്കാമെന്ന് വെച്ചു. അപ്പോൾ അത് ഒട്ടിച്ച് നോക്കിയപ്പോഴും കുഴപ്പമില്ലായിരുന്നു, ഒട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനതിങ്ങനെ ഒട്ടിച്ച് കൊടുത്തിട്ട് നല്ല രീതിയിൽ പ്രസ് ചെയ്ത് കൂടി കൊടുക്കുക. എന്ന് വെച്ചാൽ അതിൻ്റെ തോടിന് നല്ല കനമൊക്കെ ഉള്ളതുകൊണ്ട് അത് ഒട്ടാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആണെന്ന് എനിക്ക് തോന്നുന്നത് ഗ്ലൂ ഗണ്ണ് തന്നെയാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഫെവിക്കോളും കൂടി വെച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നമ്മളുടെ കയ്യിലുള്ള ഒരു പെയിൻറ്റ് എടുത്തിട്ടുണ്ട്. ആ പെയിൻറ്റിൽ നമ്മൾ ഈ ഒരു തോടിൻ്റെ കളർ പോലത്തെ ഒരു കളർ എടുത്തിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഈ ഒരു പെയിൻറ്റിന് നമ്മൾ ഓൾറെഡി നമ്മുടെ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അഫോർഡബിൾ ആവുന്ന റേറ്റിൽ കിട്ടുന്നൊരു പെയിൻറ്റാണ് അത്. 3 പീസ് ഉണ്ടാവും ഇങ്ങനത്തെ 3 ലെയറായിട്ട്. അതിന് 35 റുപ്പീസൊക്കെ ചാർജ് വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിലുള്ള ഐറ്റംസൊക്കെ വെച്ച് തന്നെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. ഫൈനൽ ലുക്ക് എങ്ങനെ വന്നാലും കിട്ടുവാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ചാനൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യും കൂടി വേണേ. അപ്പോൾ നമ്മൾ കണ്ടോ, അത് ഇങ്ങനെ ഒട്ടിച്ചതും നമ്മൾ പെയിൻറ്റ് അടിച്ചതൊക്കെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. പക്ഷേ പെയിൻറ്റ് ഇച്ചിരി ഉണങ്ങാനുണ്ടായിരുന്നു. അതും കൂടി ഡ്രൈ വരുന്ന ടൈമിലും കൂടി നമ്മളിത് ഈ ഒരു സംഭവം കൂടി ഇതിൽ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു കുട്ടി പാവക്കുട്ടിയാണ്. ആ ഒരു പാവക്കുട്ടി എന്ന് വെച്ചാൽ നമ്മൾ കിൻഡർ ജോയുടെ കൂടെ കുഞ്ഞാപ്പിക്ക് ഇട്ടൊരു പാവക്കുട്ടിയാണ് കേട്ടോ. അത് നൈസായിട്ട് അടിച്ച് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടി ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ ഒരു വഞ്ചിയാണ് കേട്ടോ നമ്മൾ സെറ്റ് ചെയ്തെടുക്കുന്നത്. ആ വഞ്ചിയുടെ ഉള്ളിലോട്ട് കുറച്ച് പൂക്കളും കൂടി നമ്മളിങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പൂവും അതിലേക്ക് ഒട്ടിച്ച് കൊടുക്കുമ്പോൾ നമ്മളൊരു വഞ്ചിക്കാരി അതിലേക്ക് വഞ്ചി നിറയെ പൂവായിട്ട് പോകുന്നൊരു വഞ്ചിക്കാരിനെയാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇത് കാണാൻ ഭയങ്കര ക്യൂട്ടാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ കണ്ടോ ഇങ്ങനെ സെറ്റ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ടുള്ളൊരു ക്രിസ്മസ് ഗിഫ്റ്റോ ന്യൂ ഇയർ ഗിഫ്റ്റോ ഒക്കെ ആയിട്ട് നമുക്ക് കൂട്ടുകാർക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ ഡെക്കറേറ്റ് ചെയ്ത് വെക്കാനും പറ്റും. നമുക്ക് ഷോക്കേസിലൊക്കെ ഷോയ്ക്ക് വെക്കാനും പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ്.
ഇങ്ങനെ ചെയ്തിട്ട് അതിലേക്കൊരു പ്ലാസ്റ്റിക് കവർ കൂടി നമ്മൾ ഫ്ലൂറസെൻ്റ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് കവർ കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. നമുക്ക് ക്രിസ്മസ് ഗിഫ്റ്റൊക്കെ കിട്ടുമ്പോൾ ഒരു നല്ല കവറിലൊക്കെ ഇട്ട് ഇങ്ങനെ വരില്ലേ, എന്നിട്ട് മേളിലായിട്ടൊരു ഗോൾഡൻ കളറിലെ നൂലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കെട്ടിയൊക്കെ കൊടുക്കുക. അപ്പോൾ നല്ല അടിപൊളി ലുക്കായിട്ടായിരിക്കും ഇരിക്കുന്നത്, നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ കൂട്ടുകാർക്കൊക്കെ ഗിഫ്റ്റ് ചെയ്യാനും പറ്റും, അതുപോലെ ഷോയ്ക്ക് വെക്കാനൊക്കെ പറ്റുന്ന അടിപൊളി ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കും. നമുക്ക് സിമ്പിൾ വർക്കല്ല, സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അവിടെ കാണുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഗ്ലൂ ഗണ്ണിൻ്റെ നൂലാണ് കേട്ടോ, അതൊക്കെ നമുക്ക് എടുത്ത് കളയാം. അപ്പോൾ കണ്ടോ, സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ളൊരു ക്യൂട്ടായിട്ടുള്ള ഒരു വള്ളക്കാരി ചേച്ചിയും വള്ളത്തിൽ നിറയെ പൂവൊക്കെ ആയിട്ട് പോകുന്നൊരു സൂപ്പറായിട്ടുള്ളൊരു ക്രാഫ്റ്റ് തന്നെയാണ്. നമുക്ക് സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുമല്ലോ, നമുക്ക് പൈസ ചിലവോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഇല്ലാത്തൊരു ഐറ്റം തന്നെയാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ കൂട്ടുകാർക്ക് ഇതേപോലത്തെ തോടൊക്കെ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കയ്യിലുണ്ടെങ്കിലും അതുപോലെ അല്ലെങ്കിൽ ഇതേപോലത്തെ ആകൃതിയിലുള്ള എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ചിട്ട് ഇതൊന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുക, ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ കൂട്ടുകാർ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള വെറൈറ്റി വീഡിയോസായിട്ട് അപ്പോൾ നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ പുറത്തോട്ട് വന്നിട്ട് വീഡിയോ എടുക്കുമ്പോൾ കണ്ടോ ഇങ്ങനെ ഇരിക്കും കേട്ടോ, നല്ല ഡ്രസ്സാണ് കാണാനായിട്ട്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിൽ വീണ്ടും വരാം. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതൊക്കെ ഓക്കെ, ബൈ, ടേക്ക് കെയർ, ഓൾ, ലവ് യു.